ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഗോപിക. ഞാനൊരു DLED സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരുന്നപ്പോഴാണ് ഒരു വാനരപ്പടയെ ഞാൻ കാണുന്നത്. അങ്ങോട്ട് നോക്കി, ആഹാ, ഇതുങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ റംബൂട്ടാൻ, എൻ്റെ മാങ്ങ, എന്തിന് കപ്പത്തണ്ട് വരെ മേളിൽ കപ്പ നമ്മൾ വിളിക്കുന്നതിന് മേൽഭാഗം വരെ ഒടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്നിട്ട് അമ്മ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും. അങ്ങനെ ചായ എടുത്ത് മാറ്റി അതിലോട്ടമ്മ ഗ്രീൻ പീസ്, രാവിലത്തെ കാപ്പിക്കുള്ള ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു. അങ്ങനെ ചായ എനിക്ക് പിന്നെ എടുത്ത് തരാണ്. അങ്ങനെ അമ്മ അണ്ടാ ബുർജി ഉണ്ടാക്കാൻ, ചുമ്മാ നമ്മുടെ മുട്ട മസാല അണ്ടാ ബുർജി ഉണ്ടാക്കാനുള്ള എന്താ പറയണ്ടേ, ഉള്ളി ഇതാക്കുക. അപ്പോൾ ഞാൻ ചോപ്പറിലിട്ട് അരിയാം എളുപ്പം. അപ്പം പറഞ്ഞു ഇനി അത് കഴിവണ്ടേ, നമുക്ക് കൈ കൊണ്ടങ്ങ് അരിയാന്നൊക്കെ അമ്മ പറയാണ്. അങ്ങനെ അതരിഞ്ഞിട്ട് നമ്മളെ അണ്ടാ ബുർജി വെക്കാൻ പോവുക. ആര് ചോദിച്ചാലും ഇന്ന് ചോറിന് എന്താ കറി, അണ്ടാ ബുർജി. ഇരിക്കട്ടെ ഒരു വെയിറ്റ്. ഇത് ചോറിനെക്കാട്ടി നല്ലത് നമുക്ക് എന്താ പറയണ്ടേ, ചപ്പാത്തി, അതിനോടൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടാക്കും, സിമ്പിൾ റെസിപ്പി അല്ലേ. ഇപ്പം ഇതും മുട്ട പൊരിച്ചൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ബോറടിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി പറയേണ്ട രീതി എന്ന് വെച്ചാൽ ചട്ടി വെക്കുക, എണ്ണ പൊട്ടിച്ച് കടുക് പൊട്ടിക്കുക, എന്നിട്ട് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ബേസിക് മസാലാസില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ എന്നാൽ ചിക്കൻ മസാല, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എന്താ പറയണ്ടേ, നന്നായിട്ട് അതിന് ശേഷം മുട്ടയിട്ട് ചിക്കുക. ഇത് എൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ. അവർക്കിഷ്ടമാണ്. നമ്മളിങ്ങനെ തുറന്നിട്ട് എന്താ ഇന്നത്തെ കറി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെയിറ്റിന് പറയും എനിക്കിന്ന് അണ്ടാ ബുർജിയാണെന്ന്. അപ്പോൾ അവൾ പറയും ഇത്ര ആഡംബരമൊന്നും വേണ്ട, മുട്ടത്തോരൻ അത് മതി. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം. ചോറിനെക്കാട്ടിയും പക്ഷേ നല്ലത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെന്നേ ഉള്ളൂ എനിക്കിഷ്ടം. ചിലർക്ക് ചോറിൻ്റെ കൂടെ ഇഷ്ടം കേട്ടോ. മുട്ട ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ കിട്ടിയാലും എന്താ അല്ലേ. അങ്ങനെ അത് ചിക്കി എടുക്കുകയാണ്. സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ച് നമ്മുടെ അമ്മമാരുടെ ഒരു ഇതുണ്ടല്ലോ, ബാക്ക് വശം വെച്ച് നന്നായിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ ചട്ടിപ്പട്ടി പിടിച്ചിരിക്കുന്ന എല്ലാം മിക്സ് ആയിക്കോളും. അങ്ങനെ അത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഇടിയപ്പത്തിലെ ഡ്യൂട്ടിയിലോട്ട് കടന്നു. ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ഇടിയപ്പം എന്നുണ്ടാക്കിയാലും ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചു. നല്ല ചൂടായതുകൊണ്ട് അതൊന്ന് വേവട്ടെ എന്ന് വെച്ച് ഞാൻ അടച്ചങ്ങ് വെച്ചു, ഒന്ന് ഇതാവട്ടെ. അതിനുശേഷം മീൻ ഇന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു തീയലുണ്ടാക്കാമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ തീയലിന് ഒരു സാലഡ് തട്ടിക്കൂട്ടാൻ ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു, നമ്മുടെ സാലഡ് കുക്കുംബർ ഇല്ലേ, അതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടൊരു സാലഡും വെക്കാമെന്ന് വെച്ചിട്ട് അതെല്ലാം അരിയാണ് ഞാൻ. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്. തൊലിയെല്ലാം ചെത്തി അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വെച്ചു. അതൊക്കെ അരിഞ്ഞ് വെക്കുമ്പോഴത്തേക്ക് അമ്മ അവിടെ ബാക്കി പരിപാടി നോക്കുന്നുണ്ട്. അതെ, എണ്ണ പൊട്ടിച്ച് നമ്മുടെ തീയലിന്, ഇത് നമ്മുടെ നോർമൽ വറുത്തരച്ച തീയലല്ല കേട്ടോ, കുറച്ചുകൂടെ തീയലിൻ്റെ സിമ്പിൾ വേർഷൻ ഇല്ലേ, അതെ, നമുക്ക് മടിയുള്ളപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തീയൽ. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം അത് ചട്ടി വെച്ചു. നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരെ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവ സംഭവം ഇട്ടിട്ട് നമ്മുടെ പുളിയില്ലേ, പുളിയും ഇട്ടതിന് ശേഷം കുറച്ച് പുളി ഇട്ടാൽ മതി. നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇടണം. അപ്പോൾ തേങ്ങ വറുക്കുന്ന കഷ്ടപ്പാടില്ല. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ഇതാകുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വേവും. ആ ഒരു സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് കറി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി പിന്നൊരു ദിവസം ഇടാം കേട്ടോ, അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി.
എന്നിട്ട് ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇടിയപ്പം ഇതിൽ ഇടുന്നുണ്ട്. ഞങ്ങൾ ഈ ഇടിയപ്പം സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ. മാവ് കൊണ്ട് അരി പൊടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും തിരിഞ്ഞു പോയി അവർ പൊടിച്ചു തന്നത്, പുട്ടിനായിപ്പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലൊന്നുകൂടെ പൊടിച്ചതാണ്, അരിച്ചെടുത്തതാണ്. ഇനി നിങ്ങൾ എൻ്റെ ഒരു സാഹസ പ്രകടനമാണ് കാണാൻ പോകുന്നത്, സർക്കസിലൊക്കെ പറയുന്ന കണക്ക്. അങ്ങനെ ഇടിയപ്പം വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, പക്ഷേ ഉണ്ടാക്കുന്നവർക്കൊരല്പം കഷ്ടപ്പാടാണ്. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ വന്നു കേട്ടോ. അതിനുശേഷം ഞാൻ സാലഡ് ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളും കൂട്ടി അരിഞ്ഞ് കറക്റ്റാക്കി അച്ഛൻ്റെ ചോറ് സെറ്റായപ്പോഴത്തേക്കും ഇത് അണ്ടാ ബുർജി, ഇന്നലത്തെ ചീരത്തോരൻ, കുറച്ച് കാന്താരി, മാങ്ങാച്ചാറ്, പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട് കേട്ടോ, അതെടുത്ത് വെച്ച് വേറെ പാത്രത്തിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് അച്ഛന് കാപ്പി എന്ന് വെച്ചാൽ കൊണ്ടുപോയത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി, അത് അതിനകത്ത് തന്നെ ഒഴിച്ചു വെച്ച് രാവിലെ ചെന്ന ഉടനെ അച്ഛൻ കഴിച്ചോളും, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു ഇടിയപ്പം എടുത്ത് കഴിച്ചു. ഒരു ഇടിയപ്പം കഴിച്ചതിന് പുറകാലം ഒരു കഥയുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇടിയപ്പം ഗ്രീൻ പീസ് കറിയും കൂട്ടി കഴിച്ചു. പിന്നീട് ചക്ക ഇന്നലെ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ. ചക്ക നമ്മൾ എല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ, വീണ്ടും നമ്മുടെ എളുപ്പപ്പണി, കുക്കറിൽ ചക്ക അങ്ങോട്ട് വെച്ചു. അതൊരു 2 വിസിലിൽ ചക്ക സെറ്റ്. പിന്നെ കടുക് പൊട്ടിച്ചു. നമ്മുടെ തക്കാളി രസം വയ്ക്കാനുള്ള പരിപാടിയാണ്. ചടപടെ ഉള്ളിയിട്ടു, തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കായം ഇതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടണം കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി. ഞാൻ പാത്രം കഴുകുന്നത് എന്ത് വെച്ചാൽ നോക്കിക്കേ, അത് നമ്മുടെ ഇതാട്ടോ, നമ്മൾ കവർ പാൽ വാങ്ങിക്കില്ലേ, മിൽമ, അതിട്ട് കഴുകിയേക്കും. നല്ലതാണ്, കാരണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അത് വേസ്റ്റാണ്. അപ്പോൾ നമുക്കത് വേറെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം, വെറുതെ വേസ്റ്റ് ആവത്തുമില്ല. നന്നായിട്ട് കഴുകും. പിന്നെ ചക്ക നന്നായിട്ട് 2 വിസിൽ വന്നപ്പോൾ അമ്മ അത് ഇളക്കുകയാണ്. നന്നായിട്ട് വെന്തോളും, എളുപ്പപ്പണിയാണ്. എന്നിട്ടൊരു കലത്തിലോട്ട് നമ്മുടെ തക്കാളി രസവും ഒഴിച്ചങ്ങോട്ട് വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. മീനില്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ തീയലൂടെ വെച്ച് കഴിയുമ്പം ഓൾ സെറ്റാണ്. നമ്മുടെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങനെ തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു. എല്ലാ സംഭവവും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമഗ്രികളെല്ലാം കടുകും ഇട്ടതിന് ശേഷം തട്ടിയിടുക, വഴറ്റുക. നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചില്ലേ, അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക, തിളപ്പിക്കുക. ഒരു 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 മിക്സഡ് വേർഷൻ ഓഫ് കറിയാണ്. വറുത്തരച്ചതുമല്ല, എന്നാൽ തീയലാണ് താനും, അങ്ങനെ കൂട്ടാം. ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അങ്ങനെ അത് തിള വന്നു. അങ്ങനെ അത് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ ഒരു ഇടിയപ്പം കഴിച്ചതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായില്ലേ. പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, ചക്ക, രസം, ചോറ്, തൈര്, ഇതെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു പഴങ്കഞ്ഞി കുടിച്ചില്ലെങ്കിൽ എന്താ. അങ്ങനെ കുട്ടീസിനെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പം അവനായിട്ട് വേണമെന്നുണ്ട് അവനും ഒരു പാത്രം കൊടുത്തേക്കുക. ബാക്കി പാത്രം തീരുമ്പം ഈ അടുക്കളയിൽ ഇതിനും വേണ്ടി എങ്ങനെ പാത്രം വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ അതൊക്കെ കഴുകി കൊണ്ടുവച്ചു. പാത്രം വയ്ക്കുന്നതിൻ്റെ സൂക്ഷ്മതയും എക്സ്പ്രഷനും നിങ്ങൾ നോക്കണം. അങ്ങനെ പാത്രമൊക്കെ വെച്ചു, കഴുകി കഴിഞ്ഞു. അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അടുക്കളപ്പണി ക്ലോസ്. ഒരു വീട്ടിൽ എന്താ പറയണ്ടേ, 3/4 ജോലി തീർന്ന സമാധാനമാണ് നമുക്ക്. ടൻ ടടാങ്. അപ്പോൾ ബൈ.